പവർ റൂമിന്റെ അധികാരം തിരികെ പിടിക്കുവാൻ അല്ലെങ്കിൽ പവർ റൂമിലേക്ക് കയറി പറ്റുവാൻ വേണ്ടിയുള്ള മത്സരം അതിഗംഭീരമായ രീതിയിൽ നടക്കുകയായിരുന്നു. ഇന്നും അതിനുള്ള ശക്തമായൊരു ടാസ്ക് നടന്നു. ആ ടാസ്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ ഗബ്രി ആയിരുന്നു. ഗബ്രിയുടെ മുഖഭാവം, ഗബ്രിയുടെ ബോഡി ലാംഗ്വേജ് വളരെ കൃത്യമാണ്. പവർ റൂമിലേക്ക് മടങ്ങിപ്പോവുക. എന്തിനാണ് പവർ റൂമിലേക്ക് മടങ്ങിപ്പോകുന്നത്? അതിനുള്ള ഉത്തരവും വ്യക്തമാണ്. മൃഗീയമായി വേട്ടയാടിയത് കൊണ്ട് തന്നെ തിരിച്ചടിക്കുക. അത് കൃത്യമായി ഗബ്രിയുടെ മുഖത്ത് വരച്ചു വെച്ചിരിക്കുന്നത് കണ്ടെത്തിയ ആളും സിബിൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗബ്രി ഉൾപ്പെടുന്ന ഡെൻ ടീമിനെ അപ്സര, അർജുൻ, റസ്മിൻ, ഗബ്രി ഈ ടീം ഒരിക്കലും പവർ ടീമിനകത്തേക്ക് ഇനിയും വരുവാൻ പാടില്ല. പവർ റൂമിന്റെ അധികാരം അവർ പിടിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള വിധികർത്താക്കളായ പവർ റൂം മെമ്പേഴ്സ് മാക്സിമം അവരെ തോൽപ്പിക്കുക എന്നുള്ള ആ പദ്ധതിയിൽ തന്നെയാണ് കളിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ ഇത് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് സിബിൻ അത് വളരെ കൃത്യമായിട്ട് മറ്റുള്ള ആൾക്കാരുമായി മാറിയിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, ഒരു കാരണവശാലും അവരകത്ത് കയറുവാൻ ഇടയാകരുത്. ഗബ്രിയുടെ മുഖത്ത് വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പവർ ടീം തിരികെ പിടിച്ചേ പറ്റൂ, അതുകൊണ്ട് ഈ ടാസ്കിൽ വിജയിച്ചേ കഴിയൂ എന്നുള്ളത്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് വിജയിക്കുവാൻ കഴിഞ്ഞില്ല. പക്ഷേ അടുത്ത ദിവസം വീണ്ടും ഗെയിം വരുന്നുണ്ട്. എങ്ങനെയും അവരെ ഔട്ടാക്കിയേ പറ്റൂ, ഒരിക്കലും അവർ കയറി പറ്റുവാൻ പാടില്ല. ഗബ്രിയെ തന്നെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഗബ്രിയെ പുറത്താക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുവാൻ വേണ്ടി. പക്ഷേ എനിക്ക് തുറന്നടിച്ച് പറയുവാൻ കഴിയില്ല. കാരണം ഞാനും ഗബ്രിയും തമ്മിൽ നടക്കുന്ന ഫൈറ്റ് ഉള്ളത് കൊണ്ടും ഞാൻ കൃത്യമായിട്ട് ഗബ്രിയെ മാത്രമാണ് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടും തന്നെ എനിക്ക് അതിനകത്ത് കയറി അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പൂജയെ ഏൽപ്പിച്ചു. അങ്ങനെ പൂജയാണ് അതിനകത്ത് വിധി പറയുവാൻ വേണ്ടി നിന്നത്. പക്ഷേ ഗബ്രി അവസാന നിമിഷം വരെ നിന്നു ഞെട്ടിച്ചു കളഞ്ഞു. എന്നിട്ട് വീണ്ടും സിബിൻ പറയുന്നൊരു കാര്യമുണ്ട്, അവരിപ്പോൾ ഇതിനകത്തൊന്ന് വിജയിച്ച് കയറി വന്നിട്ട് ഞങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് ഞങ്ങളെ തോൽപ്പിച്ച് അവർ പവർ റൂമിൽ കയറി പറ്റും എന്നുള്ള ഭയം കൊണ്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. അവൻ കയറാൻ പാടില്ല, അത്രമാത്രമാണ്. അതുകൊണ്ട് ഇന്നത്തെ ടാസ്കിൽ വിൻ ചെയ്ത സായിയുടെ ടീമിനെ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ശക്തമായി കോമ്പീറ്റ് ചെയ്ത് മുൻപോട്ട് പോകണം. ഒരിക്കലും അവർ ജയിച്ചു കയറുവാൻ പാടില്ല. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ അടിച്ചു നിൽക്കുക. പിന്നെ കൺട്രോളൊക്കെ നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് വേണ്ട രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് നീക്കുന്നതായിരിക്കും. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിലും കണ്ടത്. വളരെ കൃത്യമായിട്ട് നല്ല ഒന്നാന്തരം പെർഫോമൻസ് കാഴ്ചവെച്ച അപ്സര, അർജുൻ, ഗബ്രി, റസ്മിൻ ഈ ടീമിനെ 2ാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് അതിന്റെ താഴെ നിന്നവരെ 1ാം സ്ഥാനത്തേക്ക് പൊക്കിക്കൊണ്ടുവന്നപ്പോഴേ കാര്യം വ്യക്തമായിരുന്നു. ഇനി അവർ പവർ ടീമിൽ കയറിയാൽ തിരിച്ചടികൊള്ളും എന്നുള്ളത് കൃത്യമാണ്. എന്നിട്ട് അവസാനം സിബിൻ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് വെട്ടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ അത് പറഞ്ഞാൽ എങ്ങനെ ഈ മെസ്സേജ് പുറം ലോകത്തേക്ക് പോകും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരാശങ്കയും എനിക്കുണ്ട്. പുറത്തു നിൽക്കുന്ന പ്രേക്ഷകർ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് അൺഫെയർ ആണ് എന്ന് അവർ വിധി എഴുതിയാൽ അത് നമുക്ക് പണിയാവും. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനും പറ്റുന്നില്ല, എന്നാൽ എടുക്കാതിരിക്കുവാനും കഴിയുന്നില്ല. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, യാതൊരു കാരണവശാലും പവർ റൂമിലേക്ക് അവർ കയറുവാൻ പാടില്ല. പേടിയൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും സിബിന്റെ ബോഡി ലാംഗ്വേജും ഭയം തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. കാരണം അവർ തിരിച്ചു കയറിയാൽ ഗംഭീരമായിട്ടുള്ള പണി മടക്കി കിട്ടും എന്നുള്ള ഉറപ്പ് അകത്ത് കൃത്യമായിട്ട് ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം സിബിൻ പണിയും അവരൊരിക്കലും കയറാതിരിക്കുവാൻ വേണ്ടി. കളികൾ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്കത് കാത്തിരുന്ന് കാണാം.